ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പവിത്രം സീസൺ 2 16ാമത്തെ എപ്പിസോഡുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ സീതാമ്മ വേദയ്ക്ക് ലൈബ്രറി റൂം തുറന്നു കൊടുത്തിട്ട് പറയുന്നുണ്ട്, തരുണിൻ്റെ അച്ഛൻ്റെതായിരുന്നു ഈ സമ്പാദ്യമൊക്കെ. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് തരുണായിരുന്നു. സിവിൽ സർവീസിന് പോകാൻ തീരുമാനിച്ചത് മുതൽ ഈ മുറിയായിരുന്നു അവൻ്റെ ലോകം. ഈ പുസ്തകങ്ങളായിരുന്നു അവൻ്റെ കൂട്ടുകാർ. ഈ മുറിയിൽ അവൻ്റെ കമ്പ്യൂട്ടറുണ്ട്, വൈഫൈ കണക്ഷനുണ്ട്. ലോകത്തിലുള്ള ഏതൊരറിവും ഈ വിരൽത്തുമ്പിൽ കിട്ടും. നീ ഒന്ന് മനസ്സുകൊണ്ട് തയ്യാറെടുത്താൽ മാത്രം മതി. അത് കേൾക്കുമ്പോൾ വേദ ചോദിക്കുകയാണ്, അമ്മ എന്താ ഉദ്ദേശിച്ചത്? നീ LLB കഴിഞ്ഞവളാണെന്ന് എനിക്കറിയാം. ഏതെങ്കിലും ഒരു വക്കീലിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് മാത്രം നിനക്ക് നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് സോഷ്യൽ സെക്യൂരിറ്റിയും അന്തസ്സും ഒക്കെ കിട്ടുന്ന ഒരു ജോലി നിനക്ക് വേണം. അതുകൊണ്ട് അടുത്ത UPSC എക്സാം നീ എഴുതണം. അമ്മേ, അത് പിന്നെ എന്ന് പറയുമ്പോൾ പറയും, നിനക്കതിന് സാധിക്കും, നിനക്കതിന് കഴിയുമെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞ് മാത്രമേ എല്ലാ സത്യങ്ങളും തരുണ അറിയാവൂ. നിൻ്റെയും മോളുടെയും സുരക്ഷയ്ക്ക് അത് അത്യാവശ്യമാണ് മോളെ എന്നും പറഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു പുസ്തകം വേദയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് ആ അമ്മ. വേദ ഇങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജയിലാണ് കേട്ടോ. ജയിലിലിങ്ങനെ എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അവിടേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് സാറുടെ അടുത്ത് പറയുന്നുണ്ട്, സാറേ, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. സാർ എന്നോട് പറഞ്ഞില്ലേ ജയിലിലെ ജീവിതം ഒരു ട്രെയിനിങ് പീരീഡായിട്ട് കാണണമെന്ന്. ഞാൻ എന്തായാലും ഇപ്പം അങ്ങനെ കാണാൻ തീരുമാനിച്ചു. ഇടയ്ക്ക് മുടങ്ങിപ്പോയ പഠനം വീണ്ടും എനിക്ക് തുടരണം സാർ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പം അച്ഛൻ്റെ മുന്നിൽ കാണിക്കാൻ എനിക്കൊരു സർട്ടിഫിക്കറ്റെങ്കിലും വേണം. എന്തെങ്കിലും ഒന്ന് നേടിക്കൊടുക്കാതെ ഞാനിവിടെ നിന്ന് ഇറങ്ങില്ല സാർ എന്ന് ചോദിക്കുമ്പോൾ സാറ് ചോദിക്കും, താൻ സീരിയസ് ആയിട്ടാണോ? അതെ, ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി അച്ഛനെയും വേദയെയും കാണുമ്പോൾ ഒരു പുതിയ ജീവിതത്തിന് അടിത്തറ പാകിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് എന്ന് അവർക്ക് തോന്നണം. അത് കേൾക്കുമ്പോൾ സാറിന് ഒരുപാട് സന്തോഷമാവാണ്. എന്നിട്ട് പറയാണ്, ജയിലിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട്, തനിക്ക് നാളെ മുതൽ ഞാനതിൻ്റെ ചാർജ് തരാം. പിന്നെ തനിക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ എത്തിച്ചു തരാം. യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തനിക്ക് എക്സാം എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ഉണ്ടാക്കി തരാം. ഒരാളുടെ വിജയം എപ്പോഴും അയാളുടെ തീരുമാനങ്ങളാണ് വിക്രം. ഇപ്പോഴാണ് നിൻ്റെ ഡിസിഷൻ കറക്റ്റായത് എന്നൊക്കെ പറഞ്ഞിട്ട് സാറിന് ഒരുപാട് സന്തോഷമാവാണ്. വിക്രത്തിന് അതുവരെ ഇല്ലാത്തൊരു കോൺഫിഡൻസൊക്കെ അപ്പോൾ അവിടെ തോന്നുകയാണ്. വല്ലാത്തൊരു സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് വിക്രത്തിൻ്റെ മനസ്സിൽ. ഇവിടെ വേദയാണെങ്കിലോ അതുപോലെ തന്നെയാണ്. പഠിക്കാൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു വേദയും ഉറക്കൊളിച്ച് ഇരുന്ന് പഠിക്കുകയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു വിക്രവും ജയിലിലിരുന്ന് ലൈബ്രറി ബുക്കൊക്കെ നോക്കി വിക്രവും പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാട്ട് സീനോട് കൂടിയിട്ട് അവരുടെ ആ ഒരു പഠന പീരീഡുകളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളും വേദ ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്ക് വന്നിട്ട് പാലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് കുഞ്ഞിൻ്റെ ഓരോ ഘട്ടങ്ങളും പെട്ടെന്നായിരുന്നു ഓരോ വളർച്ചയും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്. വേദ പഠിക്കുന്ന അവിടേക്ക് തരുണും അമ്മയും കുഞ്ഞിനെയും കൊണ്ടുവരുന്നുണ്ട്, കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പീരീഡുകളും പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം വേദയുടെ റിസൾട്ട് വരാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ തരുണ് നല്ല ഹാപ്പി ആയിട്ടാണ് ആ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. അങ്ങനെ റിസൾട്ട് നോക്കുമ്പോൾ വേദ പാസ്സാവുന്നുണ്ട്. അപ്പം വേദയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാണ്. വേദ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണ സാർ ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് വേദയുടെ കോള് വരികയാണ്. അങ്ങനെ സാറ് ആ കോൾ എടുക്കുമ്പം അച്ഛ, ഞാനാണ് വേദ എന്ന് പറയുമ്പം സാറ് പെട്ടെന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മോളെ നീ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയും, അച്ഛൻ ഇങ്ങനെ എക്സൈറ്റഡ് ആവല്ലേ, ഞാനിങ്ങനെ കോൾ ചെയ്ത കാര്യം അച്ഛൻ ആരെടുത്തും പറയരുത്, അമ്മയുടെ അടുത്ത് പോലും എന്ന് പറയുമ്പോൾ സാറ് ചോദിക്കും, മോളെ ഇത്ര നാൾ എവിടെയായിരുന്നു, മോൾ എന്തിനാ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നത്, ഇനി നീ ആരെയും പേടിക്കേണ്ടതില്ല. അന്നേരം വേദ പറയുന്നുണ്ട്, എനിക്ക് അച്ഛനെ ഉടനെ കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ സാറ് ചോദിക്കുന്നുണ്ട്, നീ എവിടെയുള്ളത്? ഞാൻ അവിടേക്ക് വരാം, നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം. ആട്ടെ, നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഞാൻ മസൂറിയിലാണ്. മസൂറിയിലോ എന്ന് ചോദിക്കുമ്പോൾ പറയും, അതെ, ട്രെയിനിങ് പീരീഡ് അതും മസൂറിയിലോ എന്ന് സാറ് ചോദിക്കുമ്പോൾ പറയും, അതെ, സിവിൽ സർവീസ് തന്നെ. അന്നേരം സാറ് പറയും, വേദ പാട്ടെ, ഗുഡ് ന്യൂസ്. സാറിന് ഒരുപാട് സന്തോഷമാവാണ് അത് കേൾക്കുമ്പോൾ. ആരും അറിയരുത്, ആരോടും പറയരുത്, ഉടനെ നേരിൽ കാണണം, ബാക്കി അപ്പം പറയാം, ഞാൻ വെക്കുകയാണേ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും വേദ. സാറിനാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം മോളുടെ ഒരു ശബ്ദം കേട്ടതിൽ ഒരുപാട് സന്തോഷമാവാണ്.
വേദ ജീവനോടെ ഉണ്ട് എന്നൊക്കെ അറിയുന്നതിൽ. പക്ഷേ പിന്നീട് വേദ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അങ്ങനെ സാറ് ആരടുത്തും ഇതൊന്നും പറയണ്ടെന്ന് കരുതും. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ സാറ് മസൂറിയിലേക്ക് തിരിക്കുന്നുണ്ട്, പെട്ടെന്ന് വേദയെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേദയെ അവിടെ വെച്ചിട്ട് രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് വേദയെ കാണുമ്പോൾ പറയുന്നുണ്ട്, ഏതൊരച്ഛനും അഭിമാനത്തിൻ്റെ നിമിഷമാണിത്. സ്വന്തം മകൾ ഇങ്ങനെ സ്വന്തം നിലയിൽ പഠിച്ച് ഈ ഒരു നിലയിലെത്തി കാണുന്നത്. പക്ഷേ അതിനെ ആനന്ദിക്കാൻ ഈ ഒരു അച്ഛന് ആവുന്നില്ലല്ലോ മോളെ. അങ്ങനെ വേദ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മുഴുവൻ കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും. അന്നേരം സാറ് ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം നീ ആരെയും അറിയിക്കാതെ ഇങ്ങനെ മറിഞ്ഞു നിന്നത് എന്തിനാ? അത് ഞാൻ പറയാതെ തന്നെ അച്ഛൻ അറിയല്ലോ. എങ്കിൽ ആ കുഞ്ഞെവിടെ? നീ പ്രഗ്നൻ്റ് ആണെന്ന് ശ്രീകാന്ത് വഴിയാണ് ഞാൻ അറിഞ്ഞത്. ശ്രീകാന്തും ദർശനും ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. അവർ ആണ് നിൻ്റെ കുഞ്ഞിനെ ആക്രമിക്കും എന്ന ഭയമാണ് നിനക്ക് കാരണമെങ്കിൽ ആ കുഞ്ഞെവിടെ എന്ന് വീണ്ടും ചോദിക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയാം അച്ഛാ, ഇപ്പം അതിനൊന്നുമുള്ള സമയമല്ല. അത് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛന് തൃപ്തിയാവില്ല. ഒരു 100 ചോദ്യങ്ങൾ അച്ഛന് ചോദിക്കാനുണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാത്തിനും ഒരു ഉത്തരം പറയാൻ എനിക്ക് വേദ ചോദിക്കും, വിക്രത്തിൻ്റെ കാര്യത്തിൽ അച്ഛന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും എവിഡൻസ് വേണം. പക്ഷേ വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അത് തെളിയിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ശ്രീയേട്ടൻ ഇപ്പോഴും എൻ്റെ പിന്നാലെയാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കണം. അച്ഛൻ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. അതിവിദഗ്ധമായിട്ട് അച്ഛൻ തന്നെ അത് നിർവഹിക്കണം എന്ന് പറയുമ്പോൾ സാറ് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? പറയാം എന്ന് പറഞ്ഞിട്ട് വേദ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം സാറ് ചോദിക്കും, തീക്കൊള്ളിക്കൊണ്ട് ചൊറിയുന്നത് പോലെ ഇതൊരു തെറ്റായ നീക്കാവോ? അപ്പോൾ വേദ പറയാണ്, ഒരിക്കലും ഇല്ല, ഞാൻ പറയുന്ന പോലെ അച്ഛൻ ചെയ്താൽ മതി. അച്ഛാ എനിക്ക് ക്ലാസ് ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരു കുറച്ചു കാലം കൂടെ, പിന്നെ സ്ട്രേറ്റ് അലോട്ട്മെൻറ്റും ഫീൽഡ് ട്രെയിനിങ്ങുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് തന്നെ തിരിച്ചെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം സെൻട്രലിൽ ഒരു തപസ് പോലെ എൻ്റെ ഈ ഒരു പ്രയാണം ഞാൻ തുടങ്ങുകയാണ്. അതുവരെ കുറച്ച് കാലത്തേക്ക് എൻ്റെ പിറകിലുള്ള ഈ ഒരു അന്വേഷണം ശ്രീയേട്ടൻ അവസാനിപ്പിക്കണം. വരട്ടെ എന്ന് പറഞ്ഞ് വേദ പോകാൻ നിൽക്കുമ്പം അച്ഛൻ വീണ്ടും ചോദിക്കും, ഞാൻ ഇത്രയും ദൂരം വന്നിട്ടും എൻ്റെ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞില്ല. ആ കുഞ്ഞെവിടെ? അപ്പോഴും ആ കുഞ്ഞിനെക്കുറിച്ച് ഒരു വിവരവും വേദ പറയുന്നില്ല. എന്നിട്ട് വേദ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ ഇവിടുന്ന് പോയതിന് ശേഷം വിക്രമിനെ ചെന്ന് കാണണം. എന്നിട്ട് പറയണം, ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു കോണിൽ വേദ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഒരുപാട് സർപ്രൈസുകളുമായിട്ട് വേദ തിരിച്ചു വരും എന്ന് അച്ഛൻ വിക്രമിൻ്റെ അടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് ഇങ്ങനെ അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാർ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ശങ്കരനാരായണ സാറ് ചോദിക്കും, എന്താ നീ കാണണം എന്ന് പറഞ്ഞത്? ബഹുമാന്യനായ പിതാശ്രീ, അങ്ങയുടെ ഈ മകനെ അങ്ങ് രാജകൊട്ടാരത്തിലേക്ക് കയറ്റാറില്ലല്ലോ. പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവുള്ള് അറിയിക്കാനെന്ന് തോന്നിയപ്പോൾ വഴിയേരിയിലേക്ക് വിളിച്ചു വരുത്തല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അത് കേൾക്കുമ്പോൾ സാറ് ചോദിക്കും, പരിഹസിക്കാൻ നിൽക്കാതെ കാര്യം പറയണം. അയ്യോ, ഞാൻ പരിഹസിച്ചതൊന്നല്ല, നിങ്ങളൊക്കെ കൂടി ഈ മകനെ ഒരു പരിഹാസ്യനാക്കുമ്പോൾ ഒന്ന് വന്ന് കണ്ടു പോവാന്ന് കരുതി. നിങ്ങളൊരു യാത്ര പോയെന്നറിഞ്ഞു, അതും വടക്കോട്ടാണെന്ന് മനസ്സിലായി. മകളെ തിരഞ്ഞുള്ള യാത്രയാണെന്ന് ഒന്ന് നേരിട്ട് അറിയാൻ വേണ്ടി വന്നതാ. അപ്പം സാറ് പറയും, അതിന് അവളുടെ പിന്നാലെ അലയുന്നത് ഞാനല്ലല്ലോ, നീയല്ലേ. എത്രയോ നാളുകളായി നീ അത് ചെയ്യുന്നു. ആ നീക്കങ്ങളൊന്നും ഞാൻ അറിയില്ലെന്നാണോ നീ കരുതിയത്? എന്തായാലും എങ്ങനെ മനസ്സ് വരുന്നടാ നിനക്കൊക്കെ? നിൻ്റെ സ്വന്തം ചോരയല്ലേ അവൾ എന്ന് പറയുമ്പം ശ്രീകാന്ത് പറയും, അതുകൊണ്ടാണല്ലോ അവളിപ്പോൾ ജീവനോടെ ഉള്ളത്. തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല. അല്ലെങ്കിലും നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? കോളേജിൽ നിന്ന് പാസ് ഔട്ടായ അന്ന് മുതൽ കമ്പനിയുടെ എല്ലാ ചുമതലയും ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയ ആളാണ് ഞാൻ. നിങ്ങൾ ജഡ്ജായതുകൊണ്ട് കമ്പനിയുടെ ഒരു തലവേദനയും ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല. അന്ന് എന്നെ സഹായിക്കാനുണ്ടായിരുന്നത് അങ്കിളായിരുന്നു. അങ്ങനെ കമ്പനി അതിൻ്റെ വളർച്ചയിൽ എത്തിച്ച സമയത്തല്ലേ ഒരു വിൽപ്പത്രമായിട്ട് വന്നത്. നോക്കി വളർത്താനും കമ്പനി വലുതാക്കാനും ഞാൻ. എന്നിട്ടോ അതിന് അവകാശി ഏതോ ഒരു തെണ്ടിയിൽ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്. അങ്ങനെ ഒരു അവകാശിയെ ഈ ഭൂമിയിൽ വളർത്താൻ ഞാൻ അനുവദിക്കുമോ? അന്നേരം സാറ് ചോദിക്കും, അങ്ങനെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നിട്ടില്ലെങ്കിലോ?
അപ്പം ശ്രീകാന്ത് പറയാണ്, ഓ അപ്പം അച്ഛൻ അവളെ കണ്ടെത്തിയല്ലേ? ഇല്ല, അവളെ കണ്ടെത്താൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തി, പക്ഷേ എനിക്ക് അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു കുഞ്ഞ് പിറന്നിരുന്നെങ്കിൽ അവൾ ആ കുഞ്ഞുമായിട്ട് എപ്പോഴോ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു, എനിക്കത് ഉറപ്പുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഇനി ഏതായാലും ആ ഒരു പ്രതീക്ഷയായിട്ട് നിങ്ങൾ കഴിയണ്ട. അങ്ങനെ ഒരു കുഞ്ഞ് ഇപ്പോൾ അവൾക്കില്ല. ഞാൻ അവളെ ദില്ലിയിൽ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഗർഭിണിയായ സമയത്ത് ഞാൻ അവളെ സ്പോട്ട് ചെയ്തിരുന്നു. എൻ്റെ ആളുകൾ അവളോട് സാദൃശ്യമുള്ള ഒരു സ്ത്രീയെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ പക്ഷേ പേരൊക്കെ അവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞ് പ്രസവത്തിലെ മരിച്ചു പോയെന്ന് ആശുപത്രി അധികൃതർ അവിടെ നിന്ന് അറിയിച്ചു. അതൊക്കെ കേൾക്കുമ്പോൾ സാറിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ശ്രീകാന്ത് വീണ്ടും ചോദിക്കും, എന്താ ആലോചിക്കുന്നത്? മകളുടെ കുഞ്ഞിന് ഇനി എങ്ങനെ ഇതൊക്കെ കൈമാറും എന്നാലോചിക്കുകയാണ്. അപ്പോൾ സാറ് പറയും, ജീവിതത്തിൻ്റെ അവസാനത്തെ നാളുകളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ഇതെല്ലാം ആർത്തിയോടെ കൊണ്ട് നടന്നിരുന്ന ചന്ദ്രശേഖരന് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ബുള്ളറ്റിൽ അവസാനിച്ചില്ലേ? ജീവിതത്തിൻ്റെ അവസാനത്തെ നാളുകളിൽ ഞാനും ഒരു ബുള്ളറ്റിൽ തീരില്ല എന്ന് ആര് കണ്ടു? നീ പറഞ്ഞത് ശരിയാ, കമ്പനിയൊക്കെ വളർത്തി വലുതാക്കിയത് നീ തന്നെയാണ്. പക്ഷേ അതിന് തക്കതായ വിഹിതവും അതിലുണ്ടായിരുന്നു. നിനക്കതൊന്നും പോരായിരുന്നു. നിന്റെ ആർത്തിയെ ചന്ദ്രശേഖരൻ ഊതി വലുതാക്കുകയും ചെയ്തു. ഇപ്പോഴാണെങ്കിലോ ദർശനും. അതുകൊണ്ട് ആ വില്ല് പ്രകാരം മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം ഞാൻ നടപ്പാക്കാൻ പോവുകയാണ്. വില്ല് പ്രകാരം അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. വേദയ്ക്കൊരു കുഞ്ഞില്ലാതെ വരികയും സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ ഒരു അവകാശിയില്ലാതെ വരികയും ചെയ്താൽ ആ സ്വത്തുക്കളെല്ലാം ഒരു ഇൻ്ററിം പീരീഡിലേക്ക് കുടുംബം നിശ്ചയിക്കുന്ന ആളുകൾക്ക് കൈമാറാം എന്ന് ആ വിൽപത്രത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരാവകാശത്തിന് മുമ്പ് ആ സ്ഥാപനം ഒരു ഇൻ്ററിം പീരീഡിലേക്ക് ഞാൻ നിനക്ക് എഴുതി തരാൻ പോവുകയാണ്. അത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇക്കാര്യം ആദ്യം തന്നെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? എങ്കിൽ വിക്രത്തിൻ്റെ പിന്നാലെ ഞാനിങ്ങനെ അലയേണ്ടിയിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശ്രീകാന്ത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. സാറാണെങ്കിലോ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് പോവാണ് രണ്ടുപേരും. പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ ട്രെയിനിങ് പീരീഡൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അതിനിടയിൽ വേദ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. സീതാമ്മയാണ് അവൾക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത്. അവൾക്ക് എല്ലാ ധൈര്യവും കൊടുക്കുന്നത് സീതാമ്മയാണ്. അങ്ങനെ ഇടയ്ക്ക് വീഡിയോ കോളിലൂടെയൊക്കെ കുഞ്ഞിനെയൊക്കെ അവൾ കാണുന്നുണ്ട്. അതിനിടയിൽ കുഞ്ഞ് സ്കൂൾ കാലഘട്ടമൊക്കെ കടന്നു വരുന്നുണ്ട്. അങ്ങനെ അധികം വൈകാതെ വേദ ട്രെയിനിങ് പീരീഡൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ വേദ വീട്ടിലേക്ക് വരികയാണ്. വേദ വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അവൾ വാരിയെടുക്കുന്ന സീനുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വേദ കയറി വരുമ്പം അമ്മയുടെ കയ്യിൽ ലെറ്റർ കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, പോസ്റ്റിംഗ് ഓർഡറാണ് തമിഴ്നാട്ടിലേക്ക്. അത് കേൾക്കുമ്പോൾ സീതാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ വേദയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.